ഹലോ ഗൈസ്, ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. സ്വന്തമായിട്ടൊരു വീടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സ്വപ്നമാണല്ലേ. അപ്പോൾ നുസ്രത്താത്തേൻ്റെ വീടിൻ്റെ പാർക്കലാണെന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നുസ്രത്താത്തേൻ്റെ ആ സന്തോഷം പോലെ തന്നെ സന്തോഷം എനിക്കും ഉണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഇവിടെ എത്തിയത്. അതിൻ്റെ ഇടയിൽ നുസ്രത്താത്തേക്ക് ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അതൊക്കെ മറക്കാന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എല്ലാവരും സന്തോഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അനീഫാക്ക. നുസ്രത്താത്തേനെ പറ്റി എപ്പോഴും ഞാൻ പറയുന്നുണ്ടെങ്കിലും അനീഫാക്കേനെ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നുസ്രത്താത്തേൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്താ റിലേറ്റീവ്സ് എല്ലാവരും ഒക്കെ വന്ന് തുടങ്ങിയാണ്. ഞങ്ങൾ അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല, കുറച്ച് അടുത്തുള്ള ആൾക്കാരും ഓരോ കുറച്ച് റിലേറ്റീവ്സ് അങ്ങനെയുള്ളൂ കേട്ടോ. അപ്പോൾ ശില്പയൊക്കെ അത് അടുത്ത വീട്ടിൽ ചേച്ചിയായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ലും അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. ഓൾക്ക് പല്ലിന് വയ്യാത്തതുകൊണ്ട് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ വാരി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ആ ചോറൊന്നും കഴിക്കാൻ ആൾക്ക് പറ്റിയില്ല കേട്ടോ. വെറുതെ ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ മാത്രം കഴിച്ച് കണ്ട് എഴുന്നേറ്റ് പോന്നു. പിന്നെ അതാ അപ്പം അങ്ങനെ ആരെടുത്തും പോകില്ല കേട്ടോ. പിന്നെയും ശില്പേൻ്റെ അടുത്താണ് പോവുക. ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ പിന്നെ അമ്മേൻ്റെ കയ്യിൽ നമുക്ക് എങ്ങനെയും കൊടുത്തിട്ട് പോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് ആദ്യം മനസ്സിലായില്ലേ. പിന്നെ ശാന്തിച്ച് കണ്ടിടിച്ച് ഈ വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് അങ്ങനെ അടുത്തുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഇത് പരിപാടിയൊക്കെ ആകുമ്പോഴാണല്ലോ എല്ലാവരും കാണുന്നത്. ആ വിന്തേച്ചി വന്നിട്ടുണ്ട് നിലുവിനടുത്ത് കൊണ്ട് നടക്കുന്ന കുറച്ച് നേരം. പിന്നെ കല്ലുവിന് വയ്യാണ്ട് കല്ലു ഇങ്ങനെ ഓടി നടക്കുക. അപ്പം എനിക്ക് ടെൻഷനാവും എന്തെങ്കിലും വീഴോ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഉള്ളപ്പോൾ ഓളെ പിന്നാലെ തന്നെ ഇനിട്ടോ ഞാൻ. പിന്നെ ഞാനും ശില്പിയും കൂടി പോയി ഫുഡ് കഴിച്ചിട്ടോ. ബിരിയാണി ചിക്കൻ പൊരിച്ചതൊക്കെ ഇനി പരിപാടി കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കല്ലൂനും ഇങ്ങനെ വയ്യാത്തതുകൊണ്ടൊക്കെ ഞാൻ അവിടുത്തെ കൂടുതൽ വ്ളോഗ്സൊക്കെ പിന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയോളം സപ്പോർട്ട് ചെയ്യണേ.